വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, കമന്റുകൾ വരുന്നുണ്ട്, പാട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പാട്ടൊക്കെ പാടാം. നമുക്ക് അതിന് മുന്നേ കുറച്ച് വാർത്തകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട് അല്ലേ? അതെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കമന്റ്സ് ഞങ്ങൾ കാണുന്നുണ്ട്. സമയം അനുസരിച്ച് അതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അപ്പോൾ PCR ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇച്ചൂട്ടി എന്ന് പറയുന്ന മോളുടെ ഒരു ബർത്ത്ഡേ വിഷ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാർഡ് റെഡിയാക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കോഴിക്കോട് പോയി വരാം. കോഴിക്കോട് പോലീസ് പരിശോധനയ്ക്കിടെ MDMA അടങ്ങിയ കവർ വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം എന്ന് ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, എന്താ പറയുക, ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് MDMA അടങ്ങിയ, അതെ തീർച്ചയായിട്ടും MDMA വിൽക്കുന്നത് അതെല്ലാം വലിയ തെറ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു മരണം അത് ഏറെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ MDMA അടങ്ങിയ കവർ വിഴുങ്ങിയതിനെ തുടർന്നാണോ ഷാനിദിന്റെ മരണം എന്നുള്ളത് സംബന്ധിച്ചൊരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു നിർണായകമായ കണ്ടെത്തൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയായിരിക്കും, എപ്പോഴാകും പോസ്റ്റ്മോർട്ടം നടക്കുക, ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? പ്രവിത ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഷാനിദ് 2 കവർ MDMA വിഴുങ്ങി എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉയർന്ന അളവിലുള്ള രാസലഹരി ഷാനിദിന്റെ വയറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വയറ്റിനകത്ത് വെച്ച് ഈ കവറുകൾ പൊട്ടി MDMA ശരീരത്തിൽ കലർന്നിട്ടാണോ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരും. രാവിലെ 10:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. മറ്റൊരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ട്. ഷാനിദ് നേരത്തെ തന്നെ പല കേസുകളിലും പ്രതിയാണ്. താമരശ്ശേരി, കോടഞ്ചേരി സ്റ്റേഷനുകളിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഷാനിദ് പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. ഷാനിദ് നേരത്തെ തന്നെ ഇത്തരം ലഹരി ഇടപാടുകൾ നടത്തിയെന്ന പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ലഹരി ഇടപാടുകളിൽ പങ്കെടുത്തവരുടെ, ഷാനിദിന് ഇതൊക്കെ നൽകിയവരുടെയൊക്കെ അവരിലേക്കൊക്കെ എത്താനുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇയാൾ ഗൾഫിലായിരുന്നു. ആ ഗൾഫിലുള്ള ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ ശേഷമാണ് ഷാനിദ് ഇത്തരത്തിൽ ലഹരി കച്ചവടത്തിലേക്ക് കടക്കുന്നത്, ലഹരി ഇടപാടുകളിലൊക്കെ സജീവമാവുകയും ചെയ്യുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ്. പോലീസിന്റെ ഒരു പട്രോളിങ്ങിനിടയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷാനിദിനെ കാണുന്നു. തന്നെ പോലീസ് കണ്ടു എന്നറിയുമ്പോൾ ഷാനിദ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പോലീസ് പിന്നാലെ ഓടി ഇയാളെ സാഹസികമായി പിടികൂടി. അപ്പോഴാണ് തൻ്റെ കൈവശമുണ്ടായിരുന്ന MDMAയുടെ കവറുകൾ താൻ വിഴുങ്ങി എന്നുള്ള കാര്യം പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തുന്നത്. തുടർന്ന് ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു, പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നു. എൻഡോസ്കോപ്പി നടത്തിയപ്പോഴാണ് ഈ ക്രിസ്റ്റലിന് സമാനമായ ചില വസ്തുക്കൾ ഇയാളുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സൂചന വരുന്നത്. പിന്നീട് അത് MDMA ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഷാനിദിന്റെ മരണവും സംഭവിക്കുന്നത്. ഏതായാലും എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത ഈ പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി തന്നെ ഉണ്ടാകും. 10:30 മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കതിന് മുൻപ് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ റോഡിന്റെ തുടക്കത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു വെള്ളം ഒഴുകുന്നുണ്ട്, പക്ഷെ അത് കാളിന്തി നദി പോലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കറുത്ത കളറിലാണ് ഈ വെള്ളം. അതായത് കൊച്ചിയുടെ സകല മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഈ ഈ തോട് ഒഴുകുന്നതെന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. അത്ര നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നും. അങ്ങനെയാണ് മലയാളികളെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവബോധം വരുത്തിയിരുന്ന, ഒരുപാട് കാര്യങ്ങളിൽ വളരെ കൃത്യമായ നിലപാടെടുത്തിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പേരിലുള്ള റോഡിന് സമീപമുള്ള ഒരു ജലാശയം കൂടിയാണ് എന്നുള്ളതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല ശരിക്കും. അപ്പോൾ നമ്മളിനി തിരുവനന്തപുരത്തേക്ക് പോയാൽ സംസ്ഥാനത്തെ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരം തുടരുന്നു. ഉപാധികളും നിബന്ധനകളുമില്ലാതെ ഓണറേറിയം നൽകണമെന്ന ആവശ്യം അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വേതനം കാലാനുസൃതമായി വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള മറ്റ് ആവശ്യങ്ങളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ഓണറേറിയം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണം എന്നാണ് സർക്കാർ നിലപാടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നതിൽ വ്യക്തതയില്ല. അജീഷ് ജയകുമാറാണ് ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ആശാ വർക്കേഴ്സിന്റെ സമരം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദിവസങ്ങളായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നടപടിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, എങ്ങനെയാണ് വിവരങ്ങൾ?
പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശാമാർ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ വേദിയിലാണ്. കഴിഞ്ഞ 28 ദിവസമായി ഇവിടെ സമരമുണ്ടായിരുന്നു. ഇന്നലെ വലിയ പരിപാടികളൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു. ഒരുപാട് സാഹിത്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ ഇവർക്ക് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ രാത്രി ഒട്ടനീളം വലിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും രാവിലെ ആശമാരൊക്കെ പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. സമരവേദി ഇപ്പോൾ ശൂന്യമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയ ഊർജ്ജത്തോടെ തന്നെ തിരിച്ചെത്തും. എന്തായാലും സർക്കാർ ഇപ്പോഴും ഇവർ ഉന്നയിച്ച പല രണ്ട് ആവശ്യങ്ങളോട് അനുകൂല സമീപനമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന്, ഈ നിബന്ധനകളൊക്കെ ഒഴിവാക്കി ഓണറേറിയം നൽകുന്ന കാര്യത്തിലാണ്. അത് അംഗീകരിക്കാമെന്ന് ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. വൈകാതെ അതിൻ്റെ ഉത്തരവുകളൊക്കെ പുറത്തിറങ്ങും. പക്ഷേ ഈ ഓണറേറിയമായ ഡെയിലി 232 രൂപ പ്രതിദിനം ഓണറേറിയം അത് 700 രൂപയാക്കണമെന്നാണ് ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സ്വാഭാവികമായിട്ട് അത് ന്യായമായ ആവശ്യമാണ്. അത് എങ്ങനെയായിരിക്കും സർക്കാർ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിലവിൽ സംസ്ഥാന സർക്കാർ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉയർത്തുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെക്കും. 10-20,000-ഓളം ആശാ വർക്കർമാർ കേരളത്തിലുടനീളം ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 232 രൂപ എന്നുള്ളത് 700 രൂപ ആക്കുമ്പോൾ വലിയ ബാധ്യത ഉണ്ടാകും. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു അനുകൂല നിലപാടുണ്ടായെങ്കിൽ മാത്രമേ അത് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി KV തോമസ് ഒക്കെ കേന്ദ്ര ധനമന്ത്രിയുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലും കേന്ദ്രത്തിൽ നിന്നൊരു അനുകൂല നിലപാടൊന്നും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ രണ്ടുപേരും സംയുക്തമായി സംസാരിച്ച് ഇതിൽ ഒരുമിച്ചൊരു തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ സമരം ചിലപ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുകയും. പക്ഷേ ഇതുവരയ്ക്കും അത്തരത്തിലുള്ളൊരു സംസാരമോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാടോ ഒന്നും ഇരു സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും എടുത്തിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. അത് അതിശക്തമായി തന്നെ തുടരും. കൂടുതൽ പേരെ ഈ ഐക്യദാർഢ്യവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുമുണ്ട്. അജീഷ് ജയകുമാറാണ് വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ, അതെ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ന വയനാട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 11 മണിക്ക് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായും അദ്ദേഹം സംവദിക്കും. 12 മണിക്ക് ചുണ്ടേൽ, ആനപ്പാറ, വട്ടക്കുണ്ട്, കാട്ടുനായ്ക്ക, ഉന്നതി സന്ദർശിക്കും. കൽപ്പറ്റ ഗസ്റ്റ് ഹൌസിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗോത്രവർഗ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റയിൽ നടക്കുന്ന ഗോത്രപർവം പരിപാടി ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എന്നുള്ള വാർത്തയിലേക്കാണ് പോകുന്നത്. അതല്ലേ ക്രിസ്റ്റിന പറയാൻ? മലയാളം ഭാഷാ വിഭാഗത്തിൽ കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം അക്കാദമി വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ സമ്മാനിച്ചു. പിങ്കളകേശിനി എന്ന 40 കവിതകളുടെ സമാഹാരമാണ് പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. 21 ഭാഷകളിലെ കൃതികൾക്കുള്ള പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. പുരസ്കാര വിതരണ ചടങ്ങിൽ ഇന്ത്യൻ നാടകകൃത്തും സംവിധായകനുമായ മഹേഷ് ദത്താനി മുഖ്യാതിഥിയായി. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്റ്റിന, ഷാനിദിന്റെ മരണത്തെ കുറിച്ച്. അപ്പൊ അതിനെതിരെ ഒരുപാട് പ്രേക്ഷകർ കമന്റ്സ് ഇടുന്നുണ്ട്. ഇതൊന്നും അറിയാതെ അല്ലല്ലോ ഈ ഡ്രഗ്സ് വിതരണം ചെയ്യാൻ പോയത്, അങ്ങനെയുള്ളവർ മരിക്കട്ടെ എന്നാണ് ആശ പറയുന്നത്. മരിക്കണം എന്ന അങ്ങനെ ഒരു വിചാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? എന്തായാലും കാര്യങ്ങളിലൊക്കെ നല്ല ബോധമുള്ള ഒരു ജനസമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ നമ്മുടെ SKNet 40യുടെ ഭാഗമായിട്ട് ഈ ലഹരി വിരുദ്ധ സന്ദേശം അത് വേണം എന്ന് തന്നെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. 24 ഒരു ക്യാമ്പയിൻ നടത്തണം. തീർച്ചയായിട്ടും 24 മുന്നേ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും അത് നടത്താൻ പോകും. ഇനി അതൊരു വലിയ സ്കെയിലാണ്. നമ്മുടെ SKN മാധ്യമ പ്രവർത്തന മേഖലയിൽ വന്നിട്ട് 40 വർഷം, 4 പതിറ്റാണ്ടൊന്നും ആലോചിച്ച് നോക്കിയ ചെറിയ നേട്ടമൊന്നുമല്ല. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സന്ദേശമാണ്. 30 ദിവസം നിങ്ങളോടൊപ്പം SKN അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സർപ്രൈസുകളും ഒക്കെ നമ്മൾ താമസിയാതെ പറയും. അതിനെക്കുറിച്ച് നമ്മൾ ആ സർപ്രൈസ് പൊട്ടിക്കുന്നില്ല. ഒരുപാട് പരിപാടികളുണ്ട്. എന്നാലും പ്രേക്ഷകർക്ക് നല്ലൊരു കാഴ്ചാവസന്തം, ഒപ്പം തന്നെ സമൂഹത്തിന് നന്മ ചെയ്യേണ്ട ഒരു മാധ്യമ സ്ഥാപനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒരുപാട് പരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി വഴി പ്രേക്ഷകരിലേക്ക് ഇപ്പൊ പറയില്ല. നമ്മുടെ റോബിക്ക പറയുന്നുണ്ട്, കാനഡയിൽ നിന്നാണ് കാണുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പോൾ അദ്ദേഹം രാജിവെക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം സയനിസ്റ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിരുന്നു.
ഒപ്പം തന്നെ ഈ അമേരിക്കയുടെ താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൊതുവേദിയിൽ വിതുമ്പുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സന്തോഷം. കാനഡയിലും അതുപോലെ പല രാജ്യങ്ങളിലും നമ്മളെ കാണുന്നത്. കെ ശിവദാസിന്റെ കമന്റ് ഉണ്ട്. ഷൈനി റഷീദ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ജെൻസി സജി, എബ്രഹാം തോമസ്. കഴിഞ്ഞ ദിവസം ഇന്നത്തെ മോർണിംഗ് വാക്ക് നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞു. പനമ്പള്ളി നഗർ സ്ട്രീറ്റ് സ്കേപ്പിന് അടുത്താണ്. ഇപ്പോൾ വി ആർ കൃഷ്ണയ്യർ റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ലിസി പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി ഓർ പ്രാപിത ഓറല്ല രണ്ടുപേരും ഉണ്ട്. 24-ലെ എല്ലാ സ്റ്റാഫുകൾ നമ്മുടെ പ്രേക്ഷകർ ഹാപ്പി സൺഡേ. 2 പേർക്ക് 2 കപ്പ് കോഫി എടുക്കട്ടെ, ഞങ്ങൾ പള്ളിയിൽ പോവുകയാണെന്നാണ് ലിസി പറയുന്നത്. കോഫി പോരട്ടെ. വലിയ സന്തോഷം. അയ്യോ എന്ത് സന്തോഷം രാവിലെ ഒരു കോഫി ചൂടോടെ കിട്ടുക എന്ന് പറയുന്നത്. ഞാൻ സത്യം പറയട്ടെ, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കോഫിയൊക്കെ ഇങ്ങനെ തരാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ എനിക്ക് നമ്മുടെ അഖില് ഒരു നല്ല കട്ടൻ ചായ തന്നിരുന്നു. അപ്പൊ അത് രാവിലെ ചൂടോടെ കുടിച്ചിട്ടുണ്ട്. അപ്പൊ എബ്രഹാം പറയുന്നുണ്ട് ഞാൻ 6 വർഷമായി ലഹരിക്ക് അടിമയാണ്. 24 എന്ന ലഹരിക്ക്. അങ്ങനെ കിട്ടിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. പിന്നെ എന്താ ഇങ്ങനെ ബർത്ത്ഡേ വിഷസ് കുറെ പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ വഴിയെ കാർഡോട് കൂടി ആ ബർത്ത്ഡേ വിഷസിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ആശ വി നമ്മുടെ കാണുന്നുണ്ട്. ലത്തിക, ജിൻസ് കുര്യാക്കോസ്. അപ്പൊ നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്താലോ? ബർത്ത്ഡേ വിഷയം. അപ്പൊ ആദ്യത്തെ ബർത്ത്ഡേ നമ്മുടെ ഇച്ചൂട്ടിയുടെയാണ്. ഹാപ്പി ബർത്ത്ഡേ ഇച്ചൂട്ടി. അതിനുശേഷം രണ്ടാമത്തെ ബർത്ത്ഡേ ആരുടെയാണ്? അമ്മല്ലേ ബർത്ത്ഡേ കാർഡ് കാണിച്ചിട്ടൊന്ന് പറയുമോ? ജെൻസി സജിയുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ജെൻസി. 2 പേർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. അതെ. ഒപ്പം തന്നെ പറയുന്നുണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു, എന്റെ അമ്മ സന്ധ്യയുടെ പിറന്നാളാണ്, ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. MK വ്ലോഗാണ് പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് ആദ്യം തന്നെ ബർത്ത്ഡേ വിഷസ്. ഇനി കാർഡ് റെഡിയായി വരാനുള്ള സമയം ഉണ്ടാവോ? അമലെ ഒന്ന് കാർഡ് റെഡിയാക്കണേ. സന്ധ്യ എന്ന് പറയുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണ്. സെറ്റ് ആക്കാതെ നമ്മുടെ പ്രൊഡ്യൂസർ വളരെ ആക്റ്റീവാണ്. അടുത്ത പാക്കേജിൽ സമയം 6:45 ആണ്. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം അല്ലെ? അതെ. സ്വയം പ്രതിരോധ പാഠങ്ങൾ പഠിച്ചും കഥകൾ പറഞ്ഞും വനിതാ മാധ്യമ പ്രവർത്തകരുടെ വനിതാ ദിനാഘോഷം. എറണാകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. INCയുമായി സഹകരിച്ചാണ് വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. കൊച്ചിക്കായലിന്റെ ഓളപ്പരപ്പിലായിരുന്നു ഇത്തവണത്തെ വനിതാ ദിനാഘോഷം. സ്വയം പ്രതിരോധ പാഠങ്ങൾ ആടിയും പാടിയും കഥകൾ പറഞ്ഞും അങ്ങനെ ആഘോഷങ്ങൾ തുടരുമ്പോൾ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ CPI നേതാവ് ആനി രാജയും ഒപ്പം ചേർന്നു. തന്റെ മുഖത്തുള്ള വലിയ വട്ടപ്പൊട്ടിന്റെ പിന്നിലെ കഥയായിരുന്നു ആനി രാജ പങ്കുവച്ചത്. സമരം തുടരുന്ന ആശാവർക്കേഴ്സിനോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിക്കാനും ആനി രാജ മറന്നില്ല. അവരുടെ ഓർമ്മയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഇന്ന് ഉണ്ടായി. അവരെ തിരിച്ച് അവരവരുടെ വീടുകളിലേക്ക് പോയി അവരുടെ കുടുംബത്തോടൊപ്പം ഈ വനിതാ ദിനം ആഘോഷിക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗവൺമെന്റിനോട്, സംസ്ഥാനത്തെ ഗവൺമെന്റിനോട് ആ ഒരു അപേക്ഷ സർക്കാരിന്റെ മുമ്പാകെ, മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വെക്കുകയും ചെയ്യുന്നു. കായൽ യാത്രയുടെ ഫ്ളാഗ് ഓഫ് KSINC മാനേജിംഗ് ഡയറക്ടർ R ഗിരിജ നിർവഹിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് NK സ്മിത അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് R ഗോപകുമാർ, സെക്രട്ടറി M ഷജിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ഷബ്നാസ് സിയാദ, എക്സിക്യൂട്ടീവ് അംഗം PO ജിഷ എന്നിവർ പ്രസംഗിച്ചു. CFC ജിമ്മിലെ ട്രെയിനർമാരായ സുസാന, സ്നേഹ എന്നിവർ സ്വയം പ്രതിരോധ ക്ലാസ് നയിച്ചു. പാലാക്കരയിലെ മത്സ്യഫെഡ് ഫാമിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്കായി കയാക്കിങ്ങും വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റികളും നടത്തി. 40ഓളം വനിതാ മാധ്യമ പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. അപ്പൊ അതാണ്. നമുക്ക് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയാലോ? ചെന്നൈ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം സംഘടിപ്പിച്ചു. മലയാളി ക്ലബിൽ നടന്ന പരിപാടി കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് VC പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. സമയോചിത ഇടപെടൽ കൊണ്ട് ട്രെയിൻ അപകടം ഒഴിവാക്കിയ റെയിൽവേ ശുചീകരണ തൊഴിലാളി സൈനബ ബീവിയെ സേവാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ബിജി മനോജ്, K ആമിന എന്നിവർക്ക് മഹിളാ ശക്തി പുരസ്കാരം നൽകി. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് ഗീതാപിള്ള നേതൃത്വം നൽകിയ പരിപാടിയിൽ ഐമ ദേശീയ ജനറൽ സെക്രട്ടറി KR മനോജ്, B വിജയകുമാർ, PT അലി, അഞ്ജന ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓപ്പൺ ജിമ്മിലാണ്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അധികം ആളുകൾ എത്താത്തതെന്ന് തോന്നുന്നു. ഇതിന് മുന്നേ ഒരു ദിവസം നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം അവധി ആയതുകൊണ്ട് എല്ലാവരും പതുക്കെ ഉറക്കമൊക്കെ ഉണർന്ന് വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഞായറാഴ്ചകളിൽ പൊതുവെ ജിമ്മിൽ ആൾ കുറവാണല്ലോ.
എന്തായാലും ഇങ്ങനെ പൊതു സൗകര്യങ്ങളുള്ളത് നല്ലതാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വിമൻസ് ഈവനിങ്ങിൽ ഒരു വാർത്ത പറഞ്ഞപ്പോഴും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കില്ല. അപ്പോൾ ഈ പറയുന്ന ഇരിക്കുന്ന വെയിറ്റ് പോലെയൊക്കെയുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ വലിയ അപകടം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വീണ്ടും കമൻസ് ഒക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് റോഡിൽ തിരക്കില്ല എന്ന് പറയുന്നുണ്ട്. രഘുനന്ദൻ തിരുമുല്ലവാരം 2 പേരുണ്ട് എന്നല്ല നമ്മളെ തിരുത്തിയിരുന്നു. അദ്ദേഹം ഇന്ന് കൊല്ലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുക, പാർട്ടിയുടെ നയമാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കേൾക്കുക, ഞങ്ങളോടും അഭിപ്രായം പറയുക. അഭിറാം പറയുന്നു നാളെ ഹിസ്റ്ററി എക്സാം ആണെന്ന്, അപ്പോൾ ഒന്ന് ആശംസിക്കണം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ എഴുതുമ്പോൾ ഡേറ്റും ഇയറും ഒക്കെ കറക്റ്റായി അതുപോലെ തന്നെ പോയിന്റ്സ് ആയിട്ട് കൃത്യമായിട്ടെല്ലാം വലിച്ചു വാരി എഴുതാതെ അഭിറാം മാത്രമല്ല നാളെ എഴുതുന്ന എല്ലാ കുട്ടികളും. അപ്പൊ അഭിറാമിന് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് മാർക്ക് കിട്ടാനും ഒക്കെ അത് ഉപകരിക്കും. അപ്പം ഹിസ്റ്ററി ആയതുകൊണ്ട് പണ്ടത്തെ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് ഒക്കെ ഓർമ്മ വരുന്നു അല്ലേ ക്രിസ്റ്റീന? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്രിസ്റ്റീന ഹിസ്റ്ററി പഠിക്കാൻ. ക്രിസ്റ്റീന ഹിസ്റ്ററി. പവിത്രൻ പാതിരാപ്പറ്റ എങ്കിൽ 2 പേരും ഓരോ ചായ കുടിക്കും. ചായ കിട്ടിയാലല്ലേ കുടിക്കാൻ പറ്റൂ. ആരെങ്കിലും ഒരു ചായ തരൂ. ഫൈസൽ ജിൻസ് പറയുന്നു ക്രിസ്റ്റീന ചേച്ചി കമന്റ് വായിക്കാൻ പോകുമ്പോൾ പ്രവിത ചേച്ചി വാർത്ത വായിക്കാൻ പറയുന്നു. അതെ അങ്ങനെയില്ല അല്ല, അങ്ങനെയല്ല. അത് നമ്മളൊരു ടൈം മാനേജ്മെന്റ് ആണ്. ഒരാൾ അഥവാ ഇച്ചിരി കൂടി പോയാൽ അടുത്ത ആളൊന്ന് റിമൈൻഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിപ്പുണ്ട്. ഷെരീഫ് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല രസം. താങ്ക് യു. അപ്പോൾ ആശാവയും സിംഗപ്പൂരിൽ നിന്നും കോഫിയും കേക്കും ഒക്കെ പറഞ്ഞു. ഒന്നും അത് ഫിസിക്കലി നമുക്ക് കിട്ടുന്നില്ല. അമല് പറയുന്ന ആ കമന്റ് ഇതിനു മുമ്പ് നമ്മൾ വായിച്ചു 2 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് ചുമ്മാ പറയുമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൽ പൂഞ്ചോലാടാട്, നീയില്ലെങ്കിൽ ഇന്നിൻ ജന്മം വേനൽ കനവായി പോയി പോയേനെ, നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട്, ആട് ആട് നീ ആടാട്. അപ്പം ഇവിടെ നല്ല പാട്ടായിരുന്നു പ്രവിത. പക്ഷെ എനിക്ക് പൊതുവെ ഒരു ആട്ടമുണ്ട് ഈ ആടാൻ പാട്ടില് പറഞ്ഞപ്പോ ക്രിസ്റ്റീന ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലേ തന്നെ ആട്ടമുണ്ട്. ഇപ്പൊ ആടെന്ന് കേട്ടപ്പോ ഞാനത് ഭാഗ്യം മറ്റേ ആടിനെ വിളിച്ചോണ്ട് വരാതിരുന്നത്. അപ്പോ നമ്മൾ നല്ല ഭംഗിയുള്ള ദൃശ്യമാണ്. നമ്മൾ ഈ നല്ല ഭംഗിയുള്ള മരത്തിന്റെ ജപ്പാനില് ചെറി ബ്ലോസം എന്ന് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ പൂക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അതുമായി ബന്ധമുള്ള എന്തോ ചെടി തന്നെയാണോ എന്ന് എനിക്ക് അത് ഉറപ്പില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേര്, പക്ഷെ ഞാൻ മറന്നുപോയി. നല്ല ഭംഗിയാണ് അത് കാണാൻ, നല്ല ഭംഗിയാണ്. ഈ വേനൽക്കാലം കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതെ. അപ്പൊ നമുക്കിതാ ഇവിടെ നമുക്കൊരാളെ പരിചയപ്പെടുത്താൻ ഒരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ഓടിപ്പോകാം. നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഒരാളാണ്. തൃശൂർ കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ നേരിട്ട് ഇടപെട്ട AICC കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് തൃശൂരിലെത്തും. അപ്പോൾ വിവരങ്ങളുമായി അശ്വിൻ പാലാടിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ശേഷം പ്രധാന നേതാക്കളെ നേരിൽ കണ്ടാണ് സംസാരിക്കുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രശ്ന പരിഹാരത്തിന് രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായിരിക്കും AICCയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ കോർ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കുന്ന യോഗം രാവിലെ 10 മണിക്കാണ്. DCC പ്രസിഡന്റ് ഒപ്പം മുൻ പ്രസിഡന്റുമാർ KPCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഏറ്റവും പ്രധാന അജണ്ട ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതിന് പിന്നാലെ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇപ്പോഴും തൃശ്ശൂരിലെ കോൺഗ്രസിൽ നീറി നിൽക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പല പ്രശ്നങ്ങളും പുതുതായി ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് AICCക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പടക്കം വരാനിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടും തൃശ്ശൂരിൽ മാത്രം ഇത് ആരംഭിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി നിലവിൽ AICCക്ക് മുന്നിലുണ്ട്. അതുകൂടി അടിയന്തരമായി തുടങ്ങുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്നത്തെ ദീപാദാസ് മുൻഷി പങ്കെടുക്കുന്ന കോർ കമ്മിറ്റിക്കുണ്ട്. അതിനുശേഷം അസംബ്ലി മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ നേരിട്ട് സംസാരിക്കും. ഇതിന്റെ റിപ്പോർട്ട് AICC കൈമാറാനും ദീപാദാസ് മുൻഷി തയ്യാറെടുക്കുന്നുണ്ട്. ഒപ്പം ഇന്നലെ നടന്ന ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ ചില നേതാക്കൾ വിട്ടുനിന്നിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയുടെ ഭാഗമാകും എന്നുള്ളതാണ് അറിയുന്നത്. ക്രിസ്റ്റീന, പ്രവിത.
ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു ഒരാളെ പരിചയപ്പെടാനുണ്ട്. അപ്പൊ ആ ആളെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാൽപന്തുമായിട്ട് ബന്ധമുണ്ടല്ലേ, ഫുട്ബോൾ കളി? തീർച്ചയായും. ഞങ്ങൾ ഇപ്പോൾ ഒരു ഡിസേബിലിറ്റി ഫുട്ബോൾ ഉണ്ട്, ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ. അതിൽ കറന്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്ലെയർ ആണ്. പിന്നെ കേരള ബ്ലൈൻഡ് ഫുട്ബോൾ ഉണ്ട്, അവരുടെ ഹെഡ് കോച്ച് വിത്ത് ഗോൾ കീപ്പറാണ് കറന്റ്. ഇപ്പൊ ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ ഫൈനൽ സെലക്ഷൻ. അപ്പൊ ഇവിടെ ഒരു മോനുണ്ട്, മോന്റെ പേരെന്താ? മോൻ ഇതിന്റെ ഭാഗമാണ്, ഫുട്ബോളിന്റെ ഭാഗമാണ്. നമ്മുടെ ക്യാപ്റ്റൻസ് കൂടിയാണ്. കഴിഞ്ഞ നമ്മളിപ്പോൾ ഒരു 7 വർഷമായിട്ട് റണ്ണേഴ്സും ചാമ്പ്യൻസുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന 28 തൊട്ട് 31 വരെ ഗുജറാത്ത് വെച്ച് നമ്മുടെ സൗത്ത് വെസ്റ്റ് സോണിൽ നടക്കുകയാണ്. അതിലുപരി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാ അത്ലറ്റിക്സിൽ ഞങ്ങൾ ഗേലോ ഇന്ത്യ ക്വാളിഫൈ ചെയ്തു 100-ലെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ചെന്നൈയിൽ വെച്ച് ക്വാളിഫൈ ചെയ്തു. ഇപ്പോൾ 18-ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഫുട്ബോളിനെ കുറിച്ചിട്ട് ഉള്ള അനുഭവമൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്. ഞാനൊരു നോർമൽ പ്ലെയർ ആയിരുന്നു 3 വർഷം മുമ്പ്. ഇപ്പോഴാണ് ഞാൻ ബ്ലൈൻഡ് ആയത്. 3 വർഷം മുമ്പാണ് ബ്ലൈൻഡ് ആയത്. അതിനുശേഷമാണ് ബ്ലൈൻഡ് ഫുട്ബോൾ അറിഞ്ഞിട്ട് അതിലേക്ക് വരുന്നത്. ഇത് ഫൈസിന്റെ ഗെയിമാണ്, 7s 11s അല്ല, ഫൈസാണ്. പിന്നെ പന്തിൽ കിലുക്കം വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണത് കളിക്കാനുള്ളതൊക്കെ. പിന്നെ ഓപ്പോണന്റിനെ തിരിച്ചറിയണതും പന്തില്ലാത്ത എല്ലാവരും പോയി എന്ന് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കണം 2 seconds ഇടവിട്ട്. ഇപ്പോഴാണ് ഓപ്പോണന്റിനെ മനസ്സിലാക്കി നമ്മൾ കളിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും മനോഹാരിത, ഇതിന്റെ കീപ്പർ വന്നത് സൈറ്റഡ് കീപ്പർ ആയിരിക്കും. എന്നുവെച്ചാൽ സൈറ്റഡിനെ ബീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഗോൾ അടിക്കാനായിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് കളി. ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ അതെനിക്കറിയണം. റൊണാൾഡോ ആണ്. അപ്പൊ ക്രിസ്ത്യാനോ CR7 ഫാനാണ്. അപ്പോ അഖിലാൽ സന്തോഷം കണ്ടുപിട്ടിയതിൽ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാ മത്സരങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു. മിടുമിടുക്കനായിട്ട് വരിക. അപ്പോ ഈ ഒരു ഫുട്ബോളിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഈ വർഷം നമ്മുടെ 2025 നമുക്ക് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാണ് വേൾഡ് കപ്പ്. ഇന്ത്യ വുമൺസ് ബ്ലൈൻഡ് ഫുട്ബോൾ ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ വർഷം 8 ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ത്യയും ഫിഫ റാങ്കിൽ ഇന്ത്യ 2ാം സ്ഥാനമാണ്, ബോയ്സിൽ 12ാം സ്ഥാനം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് അഖിലിനും ഒപ്പം അഖിലിന്റെ കൂടെയുള്ള മറ്റ് പ്ലെയേഴ്സിനും കേട്ടോ. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ. അപ്പൊ ശരി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ല ദിവസങ്ങളും. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ വാർത്തയിലേക്ക് പോകേണ്ട സമയമാണ്. നമുക്ക് സമയം തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാർത്തയിലേക്ക് പോകാൻ നമുക്ക് ഇസ്രായേലിനെ പിന്തുണച്ചുള്ള കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശം വിവാദമാവുകയായിരുന്നു. താനൊരു സയനിസ്റ്റ് ആണെന്നും ജൂതന്മാരുടെ അവകാശത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നുമായിരുന്നു ട്രൂഡോയുടെ പരാമർശം. ട്രൂഡോയുടെ പരാമർശത്തെ കാനഡയിൽ ഇസ്രായേൽ എംബസി സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കാനഡയിൽ നിന്നുള്ള റെബിക്ക ചോദിച്ചിരുന്നു ഈ വാർത്തയില്ലേന്ന്. അപ്പോൾ വാർത്ത ഞങ്ങൾ തന്നിരിക്കുന്നു. ഒപ്പം തന്നെ ട്രംപിന്റെ നികുതി നയങ്ങളിലൊക്കെ അദ്ദേഹം വളരെ വികാരാധീനനായി കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പടിയിറങ്ങുകയാണ്. ഇനി കാനഡയിൽ പുതിയ ആൾ വരികയാണ്. അത് ആരെന്നുള്ള ചർച്ചകളൊക്കെ സജീവമാണ്. ചിലരുടെ പേരുകളും സജീവമാണ്. ഇനി നമ്മൾ വയനാട്ടിലേക്ക് പോയാൽ, വയനാട്ടിൽ വെള്ളമുണ്ടയിൽ പശുക്കിടാവിനെ വന്യജീവി ആക്രമിച്ചു കൊന്നുവെന്ന വാർത്ത സുർജിത് അയ്യപ്പത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗലശ്ശേരി പുല്ലംകൊന്നപ്പള്ളിയിൽ PT ബെന്നിയുടെ പശുവിനെയാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, എങ്ങനെയാണ് വിവരങ്ങൾ? പ്രവിത ക്രിസ്റ്റീന, വയനാട് വെള്ളമുണ്ടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. മംഗലശ്ശേരി പുല്ലങ്കന്നപ്പള്ളിയിൽ PT ബെന്നിയുടെ പശുവിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. തൊഴുത്തിൽ കെട്ടിയ ഒരു വയസ്സുള്ള പശു കിടാവിനെയാണ് കൊന്നിരിക്കുന്നത്. തലഭാഗം കടിച്ചെടുത്ത നിലയിലാണ്. കടുവയാണോ പുലിയാണോ എന്നുള്ള സംശയമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടില്ല. നേരത്തെ വന്യജീവിയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു അറിയിപ്പ് അയൽവാസിക്ക് ഉൾപ്പെടെ ലഭിച്ചതായി ബെന്നി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് 1:30 നേരത്ത് ഒരു അസാധാരണമായ ശബ്ദം കേട്ടു എന്നുള്ളതാണ് പറയുന്നത് വീട്ടുകാർ. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ തൊഴുത്തിൽ കെട്ടിയ പശുക്കിടാവിനെ കൊന്നിരിക്കുന്നത്. ഈ പശുക്കിടാവ് ഉൾപ്പെടെ 3 പശുക്കളാണ് തൊഴുത്തിലുണ്ടായിരുന്നതിൽ ഏറ്റവും ചെറിയ കിടാവിനെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. പ്രവിത ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്നാണ് വീണ്ടും ഒരു വന്യജീവി ആക്രമണത്തിന്റെ വാർത്ത കൂടി വരുന്നത്. ഇപ്പോൾ സമയം 6:59. വളരെ പെട്ടെന്ന് നമുക്ക് കായിക വാർത്തയിലേക്ക് പോരാം ക്രിസ്റ്റീന. ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ്. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ പോകുന്നത്. ICC ഫൈനലുകളിൽ ഇന്നേ വരെ ഇന്ത്യയോട് തോറ്റിട്ടില്ലാത്ത ന്യൂസിലാൻഡ്. ദുബായിലെ ഏകദിന മത്സരങ്ങളിൽ അപരാജിതരായ ടീം ഇന്ത്യ. ഈ 2 റെക്കോർഡുകളിൽ ഒന്ന് ഇന്ന് തകർന്നേ തീരും. അങ്ങനെ അതിജീവിക്കുന്നവരുടെ കയ്യിലിരിക്കും ചാമ്പ്യൻസ് ട്രോഫി കിരീടം.
ടൂർണമെന്റിൽ കളിച്ച എല്ലാ മത്സരങ്ങളും ജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ, രോഹിത് ശർമ്മയുടെ ടീം ഇന്ത്യ. ഗ്രൂപ്പ് റൗണ്ടിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും 6 വിക്കറ്റിനും ന്യൂസിലാൻഡിനെ 44 റൺസിനും തകർത്ത ഇന്ത്യ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് മറികടന്നു. ഗ്രൂപ്പിൽ ഇന്ത്യയോട് മാത്രം തോറ്റ കിവീസ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്താണ് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത്. തുല്യശക്തികളുടെ പോരാട്ടമാണ് ഫൈനൽ. 8ാം നമ്പർ വരെ നീളുന്ന ബാറ്റർമാരും 6 പ്രോപ്പർ ബൗളിംഗ് ഓപ്ഷനും ഇരു ടീമിനുമുണ്ട്. പറക്കും ഫീൽഡർമാരും ഇരു സംഘങ്ങളുടെയും കരുത്താണ്. ഇന്ത്യയും ന്യൂസിലാൻഡും 3ാം തവണയാണ് ICC ടൂർണമെന്റുകളുടെ ഫൈനലിൽ മുഖാമുഖമെത്തുന്നത്. 2000 ചാമ്പ്യൻസ് ട്രോഫിയുടെ പഴയ പതിപ്പായ ICC നോക്കൌട്ട് കപ്പിലും 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും കിവികൾ കിരീടം ചൂടി. അതേസമയം രോഹിത് ശർമ്മ നായകനായതിനു ശേഷം ICC ടൂർണമെന്റുകളിൽ ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിലും കിവികളെ നിലംതൊടിച്ചിട്ടില്ല ടീം ഇന്ത്യ. 2020 ലോകകപ്പിന് പിന്നാലെ മറ്റൊരു കിരീടം കൂടി രോഹിത് ശർമ്മയും സംഘവും നേടുമെന്നും ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. പറക്കും ഫീൽഡർമാരെയൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു വാർത്തയിലേക്ക് പോയാൽ ഐ ലീഗ് ഫുട്ബോളിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ഗോകുലം കേരള FC ഇന്നിറങ്ങും. വൈകിട്ട് 4:30 നടക്കുന്ന എവേ മത്സരത്തിൽ രാജസ്ഥാൻ FC ആണ് എതിരാളികൾ. 17 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 25 പോയിന്റുമായി നിലവിൽ 6ാം സ്ഥാനത്താണ് ഗോകുലം. ഇന്ന് ജയിച്ചാൽ 4ാം സ്ഥാനത്തേക്ക് മുന്നേറാം. 24 പോയിന്റുള്ള രാജസ്ഥാൻ 8ാം സ്ഥാനത്താണ്. അപ്പോൾ അതൊക്കെയാണ് വാർത്തകൾ. നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ? 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ മോർണിംഗ് വാക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നമ്മുടെ ഫ്ലോറിൽ വളരെ എനർജി എല്ലാം സംഭരിച്ച് നമ്മുടെ SKN അവിടെ നിൽപ്പുണ്ട്. 4 പതിറ്റാണ്ടിന്റെ വർദ്ധിത വീര്യവുമായി SKN ഫ്ലോറിലുണ്ട്. SKN വെരി 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 ഗുഡ് മോർണിംഗ്. Okay, thank you Krishna Cherian and thank you Pravida Lakshmi. Energy. Okay.